ദൈവമേ സ്തോത്രം. സത്യപാത കാട്ടി തന്നിടും, നീതിമാർഗമോദി തന്നിടും. സത്യപാത കാട്ടി തന്നിടും, നീതിമാർഗമോദി തന്നിടും. ക്രൂശിന്റെ സാക്ഷിയായി ധീരപടയാളിയായി ക്രിസ്തുവിനായി യുദ്ധം ചെയ്തിടാം. ക്രൂശിന്റെ സാക്ഷിയായി ധീരപടയാളിയായി ക്രിസ്തുവിനായി യുദ്ധം ചെയ്തിടാം. പോകനാം 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 ക്രിസ്തുവിന്റെ പിൻപെ പോകനാം. പോകനാം 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 ക്രിസ്തുവിന്റെ പിൻപെ പോകനാം. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവപാദപീഠത്തിൽ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ചിന്തിച്ച് തുടർന്നുകൊണ്ടിരിക്കുന്ന ചിന്തയിലേക്ക് പെട്ടെന്ന് നമുക്ക് കടന്നു വരാം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-28 വചനത്തിലാണല്ലോ നാം നിൽക്കുന്നത്. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്കായിട്ട് നിയമിച്ചു. ഈ നിയമനത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഒരേ ഒരു വഴിയില്ലാതില്ല, വഴിയുണ്ട്. ഒരു വഴിയേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിലേക്ക് അടുത്തു വരുവാൻ ഒരു വ്യക്തി തയ്യാറായാൽ അവന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആത്മീക, ശാരീരിക, ഭൗതിക നന്മകൾ പ്രാപിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാം, നിത്യതയിൽ പോവുകയും ചെയ്യാം. രണ്ട് നേട്ടമാണ്. സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാം, എവിടെ പോകാം? നിത്യതയിൽ പോകാം. നമ്മുടെ കർമ്മം കൊണ്ടോ നമ്മുടെ പ്രയത്നം കൊണ്ടോ സ്വർഗത്തിൽ പോകാൻ കഴിയുകയില്ല. അങ്ങനെ ഏതെങ്കിലും വഴി ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ അത് തിരഞ്ഞെടുത്തേനെ. അതില്ലാത്തത് കൊണ്ടാണ് കൃപയാൽ ഈ വഴി തിരഞ്ഞെടുത്തതിൻ്റെ പ്രധാന കാരണം. എനിക്ക് എവിടെ പോകണം? എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ പോകണം. സ്തോത്രം. അത് ആ ഒരു ചിന്തയില്ലായിരുന്നുവെങ്കിൽ സുഖമായിട്ട് ജീവിക്കാനുള്ള പണിയൊക്കെ അറിയാമായിരുന്നു. പണി അറിയാണ്ടല്ല, അറിയാം. പക്ഷേ ആ പണി വേണ്ടെന്ന് വെച്ചത് നിത്യതയിൽ പോകണം എന്നുള്ള ചിന്ത കൊണ്ടാണ്. സ്തോത്രം. നമ്മൾ ചിന്തിച്ചു വന്ന ചിന്തകളിൽ നമ്മൾ ധനവാനെ കുറിച്ച് ചിന്തിച്ചു. അതിലൊരു വാക്യം കൂടെ വായിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഒരു അപേക്ഷയാണ്. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതന സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ. സ്തോത്രം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, അവൻ ആദ്യം ചോദിച്ചത് എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണം, ഒരു തുള്ളി വെള്ളം. അത് കിട്ടില്ല എന്ന്, അത് ലഭിക്കില്ല എന്ന് അബ്രഹാം വളരെ കൃത്യതയോടുകൂടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ പിന്നെ അവന്റെ ആഗ്രഹം, എനിക്കോ സ്വസ്ഥത കിട്ടില്ല, എൻ്റെ സഹോദരന്മാർ ഇവിടെ വരരുത്. ഈ നിലവിളി യാതന സ്ഥലത്ത് കിടക്കുന്ന ഓരോ വ്യക്തിയും നിലവിളിക്കുന്നുണ്ടാകും. കാരണം അത് അത്രയും ഭീകരമാണ്. നല്ലൊരു ശതമാനം ആളുകൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ സുവിശേഷം കേട്ടിട്ടുണ്ട് ലോകത്തിൽ. വളരെ ചുരുങ്ങിയ ഒരളവ് മാത്രമേ കേൾക്കാത്ത ഇടമുള്ളൂ. ബഹുഭൂരിപക്ഷം ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്? സുവിശേഷം കേൾക്കുന്നുണ്ട്. ഇത് യഥാർത്ഥമായ ഒരു വഴിയാണെന്ന് ഒരു പരിധി വരെ ആളുകൾക്കറിയാം. പിന്നെ ഈ വഴിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കയ്യിലിരിപ്പ് പലതും വിടേണ്ടി വരും. അതുകൊണ്ടാണ് ആളുകൾ വരാത്തത്. സ്തോത്രം. പക്ഷെ യാതൊരു സ്ഥലത്ത് പോയി കിടക്കുമ്പോൾ അപ്പ
അപ്പോഴാണ് ദൈവമക്കൾ പറയുന്ന വാക്കുകളുടെ പ്രാധാന്യതയും അതിന്റെ വിലയും മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ഇല്ല. സ്തോത്രം. ആമേൻ. അവൻ യാചിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എന്റെ 5 സഹോദരന്മാരുണ്ട്. അവരുടെ അടുക്കലേക്ക് എന്ത് ചെയ്യണം? ഇവനെ ഒന്ന് പറഞ്ഞു വിടണം, എന്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാ. ഉടനെ അബ്രഹാം പറയുന്ന വാക്കുണ്ട്, അവിടെ ആരുണ്ട്? സ്തോത്രം. മോശയുണ്ട്, പ്രവാചകന്മാരുണ്ട്, ദൈവമക്കളുണ്ടെന്ന്. അവിടെ ദൈവവചനം കേൾക്കുവാൻ ഇപ്പോൾ ലഭിക്കുന്ന അവസരം നീ പാഴാക്കിയാൽ നിന്റെ ജീവിതത്തിൽ എന്തുണ്ടെന്ന് പറഞ്ഞാലോ അതിഭീകരമായ ഇടത്താണ് നീ ചെന്നു ചേരുന്നതെന്ന് മറക്കരുത്. ഇത് ധനവാനോട് മാത്രമുള്ള ഒരു മുന്നറിയിപ്പല്ല. പെന്തക്കോസ്തുകാരനാണെന്നും പറഞ്ഞ് സ്തോത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന, സൂത്രം കാണിച്ചുകൊണ്ട് നടക്കുന്ന, ശുശ്രൂഷകരെന്ന് അഭിമാനം കൊണ്ടുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം വചനത്തെ വളച്ചൊടിക്കുന്ന ഓരോ വ്യക്തികൾക്കുമുള്ള മുന്നറിയിപ്പാണ്. വചനത്തോട് ചേർന്ന് വരാതെ, വചനപ്രകാരം നിന്നെ ചിട്ടപ്പെടുത്താതെ നിത്യത കടി കാണില്ലെന്ന് ഒരിക്കൽ കൂടെ ദൈവാത്മാവിനെ വിളിച്ചു പറയുകയാ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഒരു മാന്യ വ്യക്തിയായിരുന്നു, ഒരു യോഗ്യനായ വ്യക്തിത്വമായിരുന്നു. അവൻ ജീവിച്ച കാലത്ത് അവനെ പുകഴ്ത്തുന്ന ഒരു കൂട്ടം സമൂഹം ഉണ്ടായിരുന്നിരിക്കാം. ആ കാലഘട്ടത്തിൽ ആരും ചെയ്യാത്ത ഒരു കാര്യം അവൻ ചെയ്തത്. സ്തോത്രം. നന്മ ചെയ്യണമെന്ന് ദൈവമക്കളോട് ദൈവവചനം പറയുന്നുണ്ട്. പക്ഷേ നന്മ ചെയ്യുവാൻ ആദ്യം നീ നന്മയുടെ വഴിയിലേക്ക് കയറി നിൽക്കണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? സ്തോത്രം. അതിന് ഉത്തരമാണ് കൊർന്നല്യോസിന്റെ അനുഭവം. വളരെ കൃത്യതയോടുകൂടെ ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലാണ് അത് കിടക്കുന്നത്. അവൻ ആരായിരുന്നു എന്ന് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അവൻ ദാനധർമ്മം ചെയ്യുന്നവനായിരുന്നു, ദൈവഭക്തനായിരുന്നു, പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നു നിരന്തരം പ്രാർത്ഥിക്കുന്നവനായിരുന്നു. നമ്മളെ പോലെയല്ലെന്ന്. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒത്താ പ്രാർത്ഥിക്കും. സ്തോത്രം. അവൻ ദൈവമായി നമുക്കുണ്ടെന്ന് അവകാശപ്പെടുന്ന ബന്ധം ആർക്കില്ലായിരുന്നു? കൊർന്നല്യോസിനില്ലായിരുന്നു. എന്നാൽ അവൻ ദൈവമായുള്ള ബന്ധത്തിൽ വിശ്വസ്തയോടുകൂടെ നിരന്തരം പ്രാർത്ഥിച്ചു പോന്നു. അവന്റെ അടുക്കലേക്കാണ് ഒരു ദൂതൻ വന്നിട്ട് അവനോട് ചില കാര്യങ്ങൾ പറഞ്ഞത്. അവിടെ മുഷ്ക് കാണിച്ചില്ല, അവൻ വിധേയപ്പെട്ടു. ഹല്ലേലൂയ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേക പദമുണ്ട്, 10:2. അവൻ ആരായിരുന്നു? ഭക്തനായിരുന്നു, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഇതൊരു ദൈവ പൈതലിൽ ഉണ്ടാകേണ്ടതായ ഒരു ക്വാളിറ്റിയാണ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ ഒരു അനുഭവമാണ്. അപ്രകാരം അനുഭവത്തിന് ഉടമകളാക്കി ദൈവം നമ്മെ തീർക്കുവാൻ വേണ്ടിയാണ് നാം ദൈവിക ബന്ധത്തിലേക്ക് അടുത്തു വന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ച് സ്നാനമേറ്റ് ദൈവകൃപയിൽ നമ്മെ നിർത്തിയിരിക്കുന്നു. സ്നാനം കഴിഞ്ഞ് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ എങ്ങനെയായിരിക്കണമെന്ന് കഴിഞ്ഞ ചിന്തയിൽ നമ്മൾ ചിന്തിച്ചല്ലോ. ക്രിസ്തുവിനെ ധരിച്ചവനാണ് സ്നാനമേറ്റവൻ, പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നവനാണ്. ക്രിസ്തുവിൽ ആയതുകൊണ്ട് പുതിയ സൃഷ്ടിയാണ്.
ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ചവനാണ്. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? സ്നാനപ്പെട്ടവർ. ഇതൊന്ന് ചിന്തിക്കണേ. ഈ അനുഭവത്തിന് നമ്മൾ ഉടമകളാണോ എന്നും കൂടെ ചിന്തിക്കണം. ഇപ്പോഴെന്തെങ്കിലും കേൾക്കുമ്പോൾ കൈ സ്തോത്രം ഒന്ന് പറഞ്ഞാൽ അതിന് 10 പറയുന്ന സ്വഭാവമുണ്ടെങ്കിൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഒരു സ്വയപരിശോധന നടത്തണം. ഇങ്ങനെ സ്നാനപ്പെട്ടതായ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവാത്മാവ് നൽകുന്ന ചില പ്രത്യേകതകളുണ്ട്. റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരാം. അതിന്റെ 12-ാം വാക്യത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ, അപ്പോൾ സ്നാനപ്പെട്ടതായ ഒരു ദൈവ പൈതൽ, ദൈവമായി ബന്ധം പുലർത്തിയതായ ഒരു വ്യക്തിത്വം ഇനി എന്ത് ചെയ്യരുത്? പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ, ഈ കാണുന്ന ശരീരത്തിൽ, ഈ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി എന്ത് ചെയ്യരുത്? വാഴരുത്. ആമേൻ. വാഴരുത് എന്ന് പറയുമ്പോൾ പഴയ ജീവിതത്തെ ഒന്ന് നോക്കണം. 4 പേരുടെ മുൻപിൽ ഒന്ന് ഞെളിഞ്ഞു നിൽക്കുവാൻ ചെയ്തു കൂട്ടിയത് എന്തൊക്കെ? സ്തോത്രം. നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ മുൻപിൽ എടി ഞാനുമൊട്ടും കുറഞ്ഞവളല്ലടി എന്ന് പറയാതെ പറയുന്ന ഒരു സ്വഭാവം. അത് 4 പേര് കാണാൻ എന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്ന് സ്വയമായി ചിന്തിച്ചാൽ മതി. ഞാൻ വിവരിക്കുന്നില്ല. സ്തോത്രം. ആമേൻ. ആമേൻ. ഒന്ന് തിരിഞ്ഞെന്ത് ചെയ്യണം? ചിന്തിക്കണം. ആ പഴയ സ്വഭാവം, ആ സ്വഭാവം എന്ത് ചെയ്യരുത്? ഇനി സ്നാനമേറ്റ ദൈവകൃപയിൽ നിൽക്കുന്ന, ദൈവസന്നദ്ധിയിൽ വരുന്ന ഒരു ദൈവ പൈതലിൽ ഉണ്ടാകരുത്. ഞാൻ പറയുന്നതല്ല, വേദപുസ്തകം അത് ഇനി എന്ത് ചെയ്യരുത്? വാഴരുത്. സ്തോത്രം. ഇപ്പോഴും ചില സമയങ്ങളിൽ മുഷ്കനീയും അരുതെന്ന വചനം പറയുന്നേ, അത് കാണിക്കരുത്. സ്തോത്രം. അപ്പോൾ ഇതിന് പരിഹാരമുണ്ടോ പാസ്റ്ററെ? ഉണ്ടോ? ഉണ്ട്. താഴെ വായിച്ചോ 13. അപ്പൊ നമ്മളുടെ അവയവങ്ങൾ, നമ്മുടെ അവയവങ്ങൾ എന്താണെന്നുള്ളത് പഞ്ചേന്ദ്രിയമാണെന്നാണ് വചനം പറയുന്നു, ലോകര് പറയുന്നതും. അപ്പോ എന്ത് ചെയ്യണം? ഈ പഞ്ചേന്ദ്രിയത്തെ എന്ത് ചെയ്യരുത്? സമർപ്പിക്കരുത്. പിന്നെ എന്തു ചെയ്യണം? അടുത്തത്, നിങ്ങളെ തന്നെ മരിച്ചിട്ട്. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചു. കർത്താവായ യേശുക്രിസ്തു മരിച്ചു. അതിന്റെ നിഴലായി സ്നാനമേൽക്കുന്ന ഒരു ദൈവ പൈതൽ പാപസംബന്ധമായി മരിക്കുന്നു. ആമേൻ. ആ മരിച്ച വ്യക്തി എന്ത് ചെയ്യണം? അടക്കണം. എവിടെ? ജലാശയമാകുന്ന കല്ലറയിൽ. ആമേൻ. അടക്കി അവിടെ കെടുക്കുകയല്ല, താത്തി പിടിക്കുകയല്ല. എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അവനെ പൊക്കണം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തതുപോലെ, ഹല്ലേലൂയ, പിതാവ് ഉയർപ്പിച്ചതുപോലെ സ്നാപകൻ ആ വ്യക്തിയെ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ, ഉയർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. സ്നാനം എന്ന് പറയുന്നത് വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നതല്ല, മറിച്ച് പാപജഡത്തെ ജലാശയമാകുന്ന കല്ലറയിൽ അടക്കം ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. പുതുക്കത്തിൽ ഉയർത്തുന്ന അനുഭവമാണ് യഥാർത്ഥമായ സ്നാനം. യഥാർത്ഥമായി സ്നാനപ്പെട്ട് പൊങ്ങിക്കഴിയുമ്പം
എല്ലാവരുടെയും പറയാൻ പറ്റില്ല. ചിലരുടെ മുഖത്തൊരു തേജസ് കാണും. ചിലരുടെ മുഖത്ത് എടി നിന്റെ മുഖത്തൊരു മാറ്റം വന്നല്ലോടി. ഇത് മുങ്ങുന്ന സമയത്തുണ്ടായിരുന്ന ആളല്ലല്ലോ. ഇത് മുങ്ങുന്ന സമയത്ത് ഈ ഒരു ശോഭ ഉണ്ടായിരുന്നില്ലല്ലോടി. സ്തോത്ര. അതുകൊണ്ടാണ് പിശാച് പറയുന്നത് സ്നാനത്തോട് ഇത്ര എതിർപ്പ് പിശാചിനുള്ളത്. മനുഷ്യൻ നോക്കുമ്പോ കലക്കവെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്നതാ. എന്നാൽ ഹൃദയത്തിനകത്ത് ദൈവിക ബന്ധത്തിൽ ഒരു ദൈവവൈതൽ എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ അടയാളമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ജലാശയമാകുന്ന കല്ലറയിൽ അടക്കം ചെയ്ത് ഉയർത്തു കഴിയുമ്പോൾ പിതാവിന്റെ മഹിമയാൽ ഉയർത്തെഴുന്നേറ്റതായ ക്രിസ്തുവിൽ തേജസ് വെളിപ്പെട്ടതുപോലെ ഹല്ലേലൂയ യഥാർത്ഥമായി പാപസമ്മതമായി മരിച്ച വ്യക്തിയെ ജലാശയമാകുന്ന കല്ലറയിൽ അടക്കം ചെയ്ത് ആ വ്യക്തിയെ ഉയർപ്പിക്കുമ്പോൾ അവന്റെ മുഖത്ത് അവളുടെ മുഖത്ത് ദൈവ തേജസ് പ്രകാശിക്കുകയോ. അർത്ഥാൽ ഹൃദയത്തിനകത്തു നിന്ന് ഇരുട്ട് പൂർണ്ണമായി മാറി. ക്രിസ്തുവിന്റെ വാസം അകത്തു തുടങ്ങുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സ്നാനത്തിൽ നടക്കുന്ന ഒരു അനുഭവം. അപ്പോൾ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. അത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെയും കൂടെ ഉത്തരവാദിത്തം. സമർപ്പിച്ച് കൊള്ളുവിൻ. നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ ചെയ്താൽ ദൈവം തന്റെ ഈ ഉത്തരവാദിത്തം എന്ത് ചെയ്യും? വിശ്വസ്തയോടെ ചെയ്യും. ഏതിടത്തും നിന്നോട് കൂടെ ഇരിക്കും. ഏത് സ്ഥാനത്തും നിനക്ക് വേണ്ടി നിൽക്കും. ഏത് അടഞ്ഞ വഴിയും നിനക്ക് വേണ്ടി തുറക്കും. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നലെ ചില ദിവസങ്ങളായിട്ട് ഞാൻ ദാനിയേലിന്റെ പുസ്തകം ഇരുന്ന് വായിക്കുക. പെട്ടെന്ന് ആ തിരുവചന ഭാഗം എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു. ബെൽസസറിനോടുള്ള ബന്ധത്തിൽ ദാനിയേൽ പറയുന്ന വാക്ക്, നിന്റെ ശ്വാസവും നിന്റെ എല്ലാ വഴികളും കൈവശമുള്ളതായ ദൈവത്തിന് നീ മഹത്വം കൊടുത്തില്ല. ഹല്ലേലൂയ. അവിടെ പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ചിന്ത, നമ്മുടെ ശ്വാസം ആരുടെ കരങ്ങളിലാ? വചനം പറയുന്നുണ്ട്, നിങ്ങൾ മനുഷ്യൻ വെറും നിഴലായി നടക്കുന്നു നിശ്ചയം എന്നൊക്കെ വചനം പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്വസിക്കുന്ന പ്രാണവായു കൈവശമുള്ളവനാ നാം സേവിക്കുന്ന ദൈവം, നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം. എന്നെ കേൾക്കുന്ന ദൈവങ്ങളെ, ആ ദൈവത്തോട് നീ ചേർന്ന് നിന്നാൽ, ആ ദൈവമുഖത്തേക്ക് നീ നോക്കിയാൽ നിന്നെ എന്റെ ദൈവം ലജ്ജിപ്പിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ടാണ് കൈയെഴുത്തിന്റെ കാര്യം പറയുന്നത്. ദാനിയേല് വാസ്തവത്തിൽ ബെൽസസറിനോട് ഒരു ശാസന പോലെ പറയുന്നേ. ബെൽസസറേ, ആ വിളിക്ക് ഒരു ടോണുണ്ട്. കൊണം പിടിക്കാത്തവനെ, നിന്റെ അപ്പന്റെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തി നീ കണ്ടതാ. ആ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ നീ അഹങ്കാരം കാണിച്ചത് കൊണ്ട് ഹല്ലേലൂയ നിന്നെ എന്റെ ദൈവം ഒന്ന് തൂക്കി നോക്കി, കുറവുള്ളവനായി കണ്ടു. അതോടുകൂടെ അവന്റെ പണി തീർന്നു. ദൈവത്തെ അറിയാതിരിക്കുന്നത് ഒരർത്ഥത്തിൽ നല്ലതാ. അറിഞ്ഞിട്ട് ഉഡായിപ്പ് കാണിച്ചാൽ അടി വരുന്ന വഴി പോലും കാണില്ല.
ദൈവസന്നിധിയിൽ നമ്മുടെ മിടുക്ക് കൊണ്ടല്ല വരുന്നത്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ടാ, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാ, ദൈവം നമ്മുടെ മേൽ കൃപ പകരുന്നത് കൊണ്ടാ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, പിതാവേ എന്ന് വിളിപ്പാൻ, ദൈവമേ എന്ന് വിളിപ്പാൻ നമുക്ക് യോഗ്യത ദൈവം നൽകിയത്. Praise the Lord. ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവം നോക്കിയാൽ പാട്ടുകാരൻ പാടിയതുപോലെ കാട്ടൊലീവ ഇരുന്ന നമ്മെ നാട്ടൊലീവോടവൻ ഒട്ടിച്ചു, സൽഫലം കായ്ച്ചുലഞ്ഞിടട്ടെ, വല്ലഭനുല്ലാസമാകട്ടെ. സ്തോത്രം. പാട്ട് പാടി രസിക്കാൻ ഇപ്പൊ സമയമില്ല. കാട്ടൊലിവ് നമ്മുടെ സ്വഭാവം എന്തായിരുന്നു? കൊട വെച്ചോടത്ത് വടി വെക്കാത്ത യഥാർത്ഥ സ്വഭാവം. ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയുന്ന സ്വഭാവം. വാട്ടീസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ പറയുമെന്ന് ഒരു ലിമിറ്റും ഇല്ലാത്ത സ്വഭാവം. അങ്ങനെ സ്വഭാവത്തിനുടമയായിരുന്ന നമ്മെ അവിടെ നിന്ന് വെട്ടിയെടുത്ത് നാട്ടൊലിവിനോട് ഒട്ടിച്ചെങ്കിൽ, ദൈവസന്നിധിയിലാക്കിയെങ്കിൽ, ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആ ദൈവത്തെ സ്തുതിക്കുവാൻ, ആ ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്തോത്രം. ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ വ്യക്തികളോടും സ്നാനപ്പെട്ട് നിൽക്കുന്നവരോടല്ല, സ്നാനപ്പെടാത്തവരോടും പറയുക, നിങ്ങൾ ഈ ദൈവസന്നിധിയിൽ വന്നത് നിങ്ങളുടെ മിടുക്കുകൊണ്ടല്ല, ദൈവം നിങ്ങളെ മുന്നമേ കണ്ടതുകൊണ്ടാണ്. അതെന്നാ കണ്ടത്? ലോകസ്ഥാപനത്തിന് മുന്നമേ നിങ്ങളെ ദൈവം കണ്ടു. ഒരുപക്ഷെ നിങ്ങൾ ഇന്നായിരിക്കാം അത് അറിഞ്ഞത്, അല്ല ചില നാളുകൾക്ക് മുൻപായിരിക്കാം. എന്നാൽ നിങ്ങളെ ലോകസ്ഥാപനത്തിന് മുൻപേ എന്റെ ദൈവം ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. പലപ്പോഴും ഈ സ്നേഹകരം നമ്മുടെ അടുക്കിലേക്ക് വന്നിട്ടുണ്ടാകാം. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്തു? തട്ടിമാറ്റി നമ്മുടെ ഇഷ്ടമാലെ നടന്നു. എന്നിട്ടും നമ്മളായിരുന്നെങ്കിൽ ആ ഭാഗത്തേക്ക് പിന്നെ പോവില്ല. ദൈവം എന്ത് ചെയ്തു? വീണ്ടും വീണ്ടും മോനെ മോളെ എന്ന് വിളിച്ച് എന്റെ അടുക്കലേക്കൊന്ന് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ് ഒരു അർത്ഥത്തിൽ പറഞ്ഞ് നമ്മുടെ പുറകെ നടന്നു. ശല്യം ചെയ്ത് പുറകെ നടന്നു. എന്തിനു വേണ്ടിയാ? ആ പുത്രന്റെ സ്നേഹം പകരുവാൻ, ആ സ്നേഹത്തിനുടമയാക്കുവാൻ, ആ ദൈവ സ്നേഹത്തിന് പാത്രരാക്കുവാൻ. അത് നമ്മൾ രാവിലെ പാടിയതായ പാട്ടിന്റെ വരികൾ. ആ നിത്യമായ സ്നേഹത്തിന് നമ്മെ ഉടമയാക്കിയ ദൈവസ്നേഹം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, ഹല്ലേലൂയ, ഞാൻ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. യഥാർത്ഥ നമ്മുടെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമായിരുന്നു? പുറങ്കാല് കൊണ്ട് തട്ടിക്കളയണമായിരുന്നു. എന്നതുപോലെയുള്ള സ്വഭാവത്തിന് ഉടമകളായിരുന്നു നമ്മളെല്ലാവരും. ആരും നീതിമാനല്ല, അതിനകത്ത് ഞാനും ഒഴിവുള്ളവനല്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയുടെ കടാക്ഷം, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം, ദൈവസ്നേഹം മാടി വിളിച്ചപ്പോൾ, വീണ്ടും വീണ്ടും മാടി വിളിച്ചപ്പോൾ, കൃപയാൽ കയറി നിൽക്കുവാൻ, കൃപയാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ഇനി എന്ത് ചെയ്യരുത്? നമ്മുടെ നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യണം? അവയവങ്ങളെ, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. അതരം കൊണ്ട് അരുതാത്തത് പറഞ്ഞിരുന്നുവെങ്കിൽ അതരം എന്ത് ചെയ്യരുത്?
ഇനി അതിന് ഉപയോഗിക്കരുത്. കൈകൊണ്ട് അരുതാത്തത് ചെയ്തിരുന്നുവെങ്കിൽ കരം ഇനി അതിനായി ഉപയോഗിക്കരുത്. പാദം കൊണ്ട് അരുതാത്തത് നടന്ന് ചെയ്തിരുന്നുവെങ്കിൽ പാദം ഇനി അതിന് ഉപയോഗിക്കരുത്. ശരീരം കൊണ്ട് ഹല്ലേലൂയ അരുതാത്തത് ചെയ്തിരുന്നുവെങ്കിൽ ഇനി അത് ചെയ്യരുത്. അങ്ങനെ നമ്മുടെ ശരീരം മുഴുവനും ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദമായ യാഗമായി ദൈവപാദപീഠത്തിൽ സമർപ്പിക്കണം. സ്തോത്രം. ആമേൻ. ഇനി 14 വാക്യം വായിച്ചേ. അപ്പൊ യഥാർത്ഥമായി ദൈവകരത്തിൽ ഒരുവനെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവകൃപ നമ്മിൽ വ്യാപരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരം മുഴുവൻ സ്തോത്രം നിയന്ത്രിക്കുന്ന ഒരു നിയന്ത്രകൻ നമ്മിൽ ഉള്ളത് കൊണ്ട് പാപം ഇനി എന്ത് ചെയ്യില്ല, നമ്മിൽ കർത്തൃത്വം നടത്തില്ല. ഇത് സമർപ്പിച്ചവർക്ക് മാത്രമേ ഉണ്ടാകൂ. സമർപ്പിച്ചാൽ ദൈവം പ്രവർത്തിക്കും, സമർപ്പിച്ചില്ലെങ്കിലോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ തിരുവചനം കേൾക്കുമ്പോൾ നല്ലതുപോലെ സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ റോമാലേഖനം 6-ാം അധ്യായം ഒന്ന് വായിച്ച് ധ്യാനിച്ച് ഹൃദിസ്ഥമാക്കണം. റോമാലേഖനം 6-ാം അധ്യായം വളരെ കൃത്യതയോടുകൂടെ പരിശുദ്ധാത്മാവ് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് സ്നാനം, എന്തിനാണ് സ്നാനം, ഇതെല്ലാം വ്യക്തമായി അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുക. സ്നാനപ്പെട്ട ഒരു വ്യക്തി എങ്ങനെയായി ജീവിക്കണം എന്നും അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുക. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അന്ധകാര ശക്തി, ഇരുട്ടിന്റെ പ്രവൃത്തി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിലെ ദൈവിക വ്യവസ്ഥ പ്രകാരം കാഴ്ചവെട് വെപ്പാൻ നമ്മൾ തീരുമാനമെടുക്കുമ്പോഴാണ് എതിരികൾ ഉയർന്നു വരുന്നത്. ഉഴപ്പൻ മട്ടി നടന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുഴപ്പമൊന്നുമില്ല. പിശാചിനറിയാം അവൾ എൻ്റെ കണിയിലാണ്, അവൾ എൻ്റെ കെണിക്കകത്താണ്. അതിനകത്ത് നിന്ന് പുറത്ത് കടക്കുമ്പോഴാണ് വീണ്ടും കെണിക്കകത്ത് പെടുത്താനായിട്ട് അവൻ നോക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെയാണ് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച്, കൃപ അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്ന ഒന്നാണ്. അത് വചനം പറയുന്നു. എന്താണ്? കൃപയ്ക്ക് അധീനരാകയാൽ സ്തോത്രം എന്തു ചെയ്യില്ല, പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തില്ല. പക്ഷേ അതിനു വേണ്ടി നമ്മളെ എന്തു ചെയ്യണം? ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ നമ്മെ സഹായിപ്പാൻ ആരുണ്ട്? ഈ ഭൂമിയിൽ പരിശുദ്ധ ആത്മാവാകുന്ന കാര്യസ്ഥനുണ്ട്. സ്വർഗത്തിൽ ആരുണ്ട്? ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. അവൻ ആരായിട്ടാണ് അവിടെ ഇരിക്കുന്നത്? ഹല്ലേലൂയ, ശത്രുവായ പൈശാചികന്റെ സകല ആയുധങ്ങളെയും അടിയറ വെപ്പിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു ജയാളിയായിട്ട് പിതാവിന്റെ വലത്തുഭാഗെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ, സകല വാഴ്ചയ്ക്കും അധികാരത്തിനും ഹല്ലേലൂയ ഉടമയായിട്ട് അവൻ ഇരിക്കുകയാ. ഒരു ശക്തിക്കും അവനെ കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഒരു ദൈവിക സാന്നിധ്യത്താൽ അവൻ നിലകൊള്ളുകയാ. ഹല്ലേലൂയ.
ഒന്നും കൂടെ അത് വ്യക്തമാക്കാം. മനുഷ്യവർഗം മുഴുവൻ പാപത്തിന് അടിമയായിരുന്നു. എന്നാൽ അടിമത്തം കൊണ്ടുവന്നിട്ടത് ശത്രുവായ പിശാചായിരുന്നു. ആ അടിമ നുകത്തെ ഹല്ലേലൂയ കാൽവരി ക്രൂശിന്റെ ചുവട്ടിൽ എന്റെ ഭാഷ ചേർത്ത് പറയുക വെക്കട എന്ന് പറഞ്ഞ് ഒന്നൊന്നായി വെപ്പിച്ച് ആ അടിമ നുകത്തിൽ നിന്ന് വിടുതൽ നൽകി നമ്മെ നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി ആ കർത്താവിനോട് ചേർന്ന് നിന്നാ മതി. നിൽക്കാൻ എന്ത് ചെയ്യണം? എങ്ങനെ സമർപ്പിക്കണം? നമ്മുടെ ഓരോ അവയവങ്ങളെയും വചനത്തിന്റെ രീതിയിൽ തന്നെ പറയാം. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. കാണുന്നത് മുഴുവൻ എനിക്ക് വേണം. സ്തോത്രം. ജഡം പറയും ഇത് കിട്ടിയത് പോരടാ പോരടാ പോരടാ. ഇതെല്ലാം കൂടി പറയും ഈ സ്ഥാനം നിനക്ക് പോരാ, ഇച്ചിരി കൂടെ വേണം. ഇത് മൂന്നും കൂടെ കൊണ്ടുപോയി എവിടെ ഇടും? കുഴിക്കകത്ത് കൊണ്ടുപോയി ഇടും. സ്തോത്രം. അപ്പോൾ കാണുന്നത് മുഴുവൻ ഒരു ദൈവ ഇതില് ഉറക്കപ്പറ. ശരീരം പറയുന്നത് മുഴുവൻ ശരീരത്തിന് എന്ത് ചെയ്യരുത്? സ്തോത്രം. ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് പറയും ഇത് പോരാ, നിനക്ക് ഇന്നത് കൂടെ വേണം. പ്രതാപം. അതിനുവേണ്ടി എന്ത് ചെയ്യരുത്? സ്തോത്രം. അവിടെയാണ് ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിക്കണം. ന്യായമായ ഒരു ചോദ്യം ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് കാണുന്ന പാസ്റ്റർമാരും മുഴുവൻ ഈ വഴിയിലല്ലോ പാസ്റ്ററെ. പാസ്റ്റർമാരെല്ലാവരും സ്വർഗത്തിലെത്തുന്ന വേദവസം പറയുന്നുണ്ടോ? വഴി കാണിച്ചു തന്നത് പാസ്റ്റർമാരല്ല, വഴി കാണിച്ചു തന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ തന്നെയാ മക്കളെ വഴി, ഞാൻ തന്നെയാ മക്കളെ സത്യം, ഞാൻ തന്നെയാ ജീവൻ. ഞാൻ മുഖാന്തരമല്ലാതെ ആരും സ്വർഗത്തിലെത്തില്ല. മാറേണ്ട ഇടങ്ങളിൽ നിന്ന് മാറണം. ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായ ഇടങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് കർത്താവായ യേശു ക്രിസ്തു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങളിൽ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യമറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കും. സ്തോത്രം. വചനമാണ് ഒരു വ്യക്തിയെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ 8:36 ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രൻ ആകും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 5:1 സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിലെന്തു ചെയ്യണം? ഉറച്ചു നിൽക്കണം. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. അപ്പൊ കുടുക്കാൻ എന്തുണ്ട്? സാധ്യതയുണ്ട്. കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വചനത്തിൽ ഉറച്ചു നിൽക്കണം, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. സ്തോത്രം. തുടർന്നും ഇതിൽ നിന്ന് ചിന്തയുമായി മുൻപോട്ട് യാത്ര ചെയ്യും. നമ്മെ പൂർണ്ണമായി നമ്മുടെ അവയവങ്ങളെ എന്ത് ചെയ്യണം? ദൈവത്തിന് സമർപ്പിക്കണം. എവിടെയെങ്കിലും സമർപ്പിക്കുകയല്ല,
ഈ ലോകപ്രകാരം ചിലരെ പൈശാചികന് വേണ്ടി സമർപ്പിക്കുന്നവരുണ്ട്. നേർച്ചക്കോഴിയെ സമർപ്പിക്കുന്ന പോലെ എന്ത് ചെയ്യും? സ്വത്രം. അതിൻ്റെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ആ കിണിക്കകത്ത് നിന്ന് പുറത്തേക്ക് വരാൻ ഇച്ചിരി പാടാണ്. അത് ചെറുപ്പത്തിലെ കൊണ്ടുപോയി നമ്മുടെ അനുവാദം മേടിച്ചിട്ടല്ല, കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു? ഇതിനു വേണ്ടി നേർന്നിരിക്കുക. അതെന്തൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല. നേരുന്നവരുണ്ട് ചില കുടുംബക്കാർ. അവർ നല്ലത് ചിന്തിച്ചിട്ടാണ് നേരുന്നത്, അവർ ദോഷം ചിന്തിച്ചിട്ടല്ല. പക്ഷേ പിശാച് ചെയ്യുന്നത് അവന്റെ മേൽ അധികാരം നടത്തുകയാണ്. സ്തോത്രം. എന്നാൽ അങ്ങനെയാകരുത്. ഇന്ന് പകൽ ഒരു കാര്യം കൂടെ കടത്തി പറയാം. ഇവിടെ ആയിരിക്കുന്ന സ്നാനപ്പെടാത്ത ദൈവമക്കൾ, നിങ്ങളെ ദൈവം കൂട്ടിവരുത്തിയതാണ്, നിങ്ങളെ ദൈവം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ദൈവസന്നിധിയിൽ വരുവാൻ ഇടയായത്. ആളുകൾക്ക് ഒരുപക്ഷെ ഇത് പുച്ഛമായി തോന്നാം, ഇതൊരു അവഹേളന പോലെ അവർക്ക് തോന്നിക്കാം. എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. മരണശേഷമാണ് ഇതിന്റെ മഹത്വം വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ധനവാന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. അവൻ ചിന്തിച്ചത് നന്മ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാമെന്നാ. പക്ഷേ നന്മ ചെയ്തതുകൊണ്ട് പ്രയോജനമില്ല എന്ന് അവന് ബോധ്യപ്പെട്ടത് യാതന സ്ഥലത്ത് എത്തിയപ്പോഴാണ്. അവിടെ കിടന്നുകൊണ്ട് അവൻ നിലവിളിക്കുകയാ, എൻ്റെ സഹോദരന്മാർ ഇവിടെ വരരുത്. ഞാൻ മനസ്സിലാക്കുന്നത് യാതന സ്ഥലത്ത് കിടക്കുന്ന ഓരോ വ്യക്തിയും നിലവിളിക്കുന്നുണ്ടാകും, എൻ്റെ മക്കളെ നിങ്ങൾ ഇവിടെ വരരുത്. ഇത് അതികഠിനമാണ്. ഇത് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമോ ഇവിടേക്ക് മക്കളെ വരരുത്, വരരുത്, വരരുത്. ഭൂമിയിലുള്ള ദൈവമക്കൾ പറയുന്നത് യാഥാർത്ഥ്യമാണ്. മക്കളെ, നേർച്ച കൊടുത്തത് കൊണ്ട് മോക്ഷം കിട്ടില്ല. മരിച്ചതിനു ശേഷം പ്രാർത്ഥന കഴിച്ചത് കൊണ്ട് മോക്ഷം കിട്ടില്ല. ഞാനിവിടെ കിടന്ന് അതിവേദന അനുഭവിക്കുകയാ. പക്ഷെ ആ യാചനയ്ക്ക്, ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? സ്തോത്രം. ഹല്ലേലൂയ. സ്വീകരിക്കുവാനും തിരസ്കരിക്കുവാനും ഓരോ വ്യക്തികൾക്കും സ്വാതന്ത്ര്യമുണ്ട്. ഒരുപക്ഷെ നീ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ചില വിടുതൽ ദൈവം നൽകി എന്ന് വരാം. അത് ദൈവത്തിന്റെ ദയയാണ്. അത് കരുതി നീ നിത്യതയിലെത്തില്ല. നിത്യതയിലെത്തണമെങ്കിൽ സമയം നിനക്ക് ലഭിച്ചതനുസരിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാതെ ഈ വചനത്തോട് മറുതലിച്ചാൽ, ഈ കൃപയുടെ കടാക്ഷത്തോട് മറുതലിച്ചാൽ, യാതൊരു സ്ഥലം മാത്രമാണ് അതിന് മറുപടി. കൊർന്നല്യോസ് പത്രോസിനോട് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, ഞങ്ങൾ ദൈവസന്നിധിയിൽ കൂടിയിരിക്കുകയാണ്, നീ എന്തു പറയുന്നു അതനുസരിക്കുവാൻ ഞാൻ തയ്യാറാണ്. സ്തോത്രം. അവരുടെ മേൽ ദൈവാത്മാവിന്റെ പകർച്ചയുണ്ടായി. സ്തോത്രം. എന്നെ കേൾക്കുന്ന കേൾവിക്കാരോട് താഴ്മയോടെ പറയുക, യാതന സ്ഥലത്താരും എത്തരുത്. ഒരു വ്യക്തി പോലും അവിടെ എത്തരുത്. അത് അതിഭയങ്കരമാണ്. പിന്നെ അവിടെ നിന്നൊരു രക്ഷ ഒരിക്കലും ലഭ്യമല്ല.
കരുണയുള്ള പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അപ്പച്ചന്റെ അടുക്കലേക്ക് അടുത്തു വരുന്നു. അരുമനാഥ, ഈ തിരുവചനത്തിൽ നിന്ന് ചിന്തകളുമായി മുൻപോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചു കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇത് കേൾക്കുന്ന ആരും യാതന സ്ഥലത്ത് പോകുവാൻ ഇടയാകരുത്. നിത്യതയുടെ അവകാശിയാകുവാൻ സ്വർഗ്ഗം സഹായിക്കണം. അവിടുത്തെ കൃപയുടെ കടാക്ഷം അവിടുന്ന് ചൊരിയണമപ്പ. ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. മഹത്വം യേശു കർത്താവിന്, ക്രിസ്തുവേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.